സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണവൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട ദിബറു തന്ന പിന്നെയും. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ എന്നുമെക്കാലത്തിലും. കോടീശ്വരൻ നീ എന്നുമെക്കാലത്തിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടി ഈ സംഗമം ഖബൂൽ ചെയ്യുമാറാകട്ടെ. വലിയൊരു സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആഴ്ചയോട് നടക്കുന്ന ഖുർആൻ ക്ലാസ്സിൽ നിന്നും എത്രയോ ദൂരങ്ങളിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അവരുടെ ശരീരത്തിലും ആരോഗ്യത്തിലും കുടുംബത്തും ജീവിതത്തിലും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സൂറത്തുൽ ബയ്യിന നമ്മളത് ചർച്ച ചെയ്യുകയാണ്. അടുത്ത ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നം ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഇന്നത്തോടുകൂടി ബയ്യിന സൂറത്ത് തീരുവാണ്. അഹ്ലു കിതാബ് ആരാന്നെല്ലാം പറഞ്ഞ് അള്ളാന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന കഫറൂ, തീർച്ചയായും കാഫിരീങ്ങളായ ആളുകൾ, നിഷേധികളായ ആളുകൾ. കാഫിരീങ്ങൾ എന്ന് വെച്ചാൽ നിഷേധികളെന്നാ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്കാണ്, സത്യത്തെ മറച്ചു വെക്കുന്ന ആളുകൾക്കാണ് കാഫിരീങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാന്റെ ഖുർആൻ പറയുന്നത് ഇന്നല്ലദീന കഫറൂ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ, സത്യത്തെ തമസ്കരിക്കുന്ന ആളുകൾ. ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഏകനാണ്, അതാണ് തൗഹീദ്. അതിനെതിരായി പറയുന്ന ആളുകൾ, തൗഹീദിനെതിരായി നിൽക്കുന്ന ആളുകൾ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ആളുകൾ, ഖുർആൻ വിശ്വസിക്കാത്ത ആളുകൾ, അള്ളാഹുവിനെതിരായി നിൽക്കുന്ന ആളുകൾ, ഇതെല്ലാമാണ് കഫറു. അത്തരത്തിലുള്ള ആളുകൾ ഇന്നല്ലദീന കഫറൂ, കാഫിരീങ്ങളായ ആളുകൾ, മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലു കിതാബിൽപ്പെട്ട ജൂതന്മാരിലും നസ്രാണികളിൽപ്പെട്ട ജൂതന്മാരിലും നസ്രാണികളിൽപ്പെട്ട അഹ്ലു കിതാബിന്റെ ആളുകൾ. ലിഅന്നല്ലാഹ അൻസല ഇലൈഹിമുത് തൗറാത വൽ ഇൻജീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാർക്കും നസ്രാണികൾക്കും കിതാബ് ഇറക്കി കൊടുത്ത ആളുകളാണ്. തൗറാത്തും ഇൻജീലും ഇറക്കി കൊടുത്തതാണ്, പക്ഷെ അവർ അത് നിഷേധിച്ച ആളുകളാണ്. അപ്പൊ അഹ്ലു കിതാബിൽപ്പെട്ട, അതായത് ജൂതന്മാരിൽ നസ്രാണികളിൽപ്പെട്ട കിതാബായ തൗറാത്തും ഇൻജീലിനെ നിഷേധിച്ച ആളുകൾ. വൽ മുശ്രിക്കീൻ, അവർ മാത്രമല്ല മുശ്രിക്കീങ്ങളായ ആളുകൾ. ഇതാ മുശ്രിക്കീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസക്കാർ. മനസ്സിലായില്ലേ? അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ വസ്തുക്കളെ ആരാധിക്കുന്ന ആളുകൾ, അതാണ് മുശ്രിക്കീങ്ങൾ, ശിർക്ക് സംഭവിച്ച ആളുകൾ. അപ്പൊ അഹ്ലു കിതാബായ ആളുകളും മുശ്രിക്കീങ്ങളായ ആളുകൾ ഫീ നാരി ജഹന്നം,
ഫീ നാരി ജഹന്നം, അവർ ജഹന്നമിന്റെ തീയിലാണ്. ഖാലിദീന ഫീഹാ, അവർ ആ ജഹന്നമിൽ നരകത്തിൽ സ്ഥിരമുള്ളവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. മനസ്സിലായില്ലേ? അപ്പൊ ശിർക്ക് സംഭവിക്കുന്ന ആളുകൾ, ബഹുദൈവ വിശ്വാസം വരുന്ന ആളുകൾ, അതുപോലെ തന്നെ കിതാബിനെ നിഷേധിക്കുന്ന ആളുകൾ, ഖുർആനെ നിഷേധിക്കുന്ന ആളുകൾ, റസൂലിനെ നിഷേധിക്കുന്ന ആളുകൾ, അവരെവിടെയാണ്? ഫീ നാരി ജഹന്നം, ജഹന്നമിന്റെ തീയിലാണ്. ജഹന്നം എന്ന് പറഞ്ഞാൽ നരകം. അതിൽ അവരെപ്പോഴും കാണും. ഖാലിദീന ഫീഹ, അവരെപ്പോഴും ശാശ്വതമായി നരകത്തിലായിരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതാ, യംകുസൂന അബദൻ വലാ യുഖ്രിജൂന മിൻഹാ, അവരെപ്പോഴും തഫ്സീർ, അവരെപ്പോഴും നരകത്തിലായിരിക്കും. അവർ ആ നരകത്തിൽ നിന്ന് പുറത്തു വരികയില്ല. എപ്പോഴും നരകത്തിൽ തന്നെ. ആ നരകത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരുമോ? ഒരിക്കലും പുറത്തു വരത്തില്ല. ഉലൈക ഹും ശർറുൽ ബരിയ, അക്കൂട്ടരായ ആളുകൾ അള്ളാന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. ഉലൈക ഹും ശർറുൽ ബരിയ, ഉലൈക അക്കൂട്ടർ, ഈ പറഞ്ഞു വന്ന മുശ്രിക്കീങ്ങളില്ലേ, അള്ളാഹുവിന്റെ റസൂലിനെയും ഖുർആനെയും ഹബീബായ നബി തങ്ങളെയും നിഷേധിച്ച അഹ്ലി കിതാബിൽപ്പെട്ട ആളുകളുമില്ലേ, അവരുടെ സ്ഥലം എവിടെയാണ്? ഉലൈക അക്കൂട്ടർ ശർറുൽ ബരിയ, അവർ തന്നെയാണ് മോശപ്പെട്ട വിഭാഗം, മോശപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ. അവരുടെ വാസസ്ഥലം എവിടെയാ? എവിടെയാ അവരുടെ വാസസ്ഥലം? ഗ്രാൻഡ് ഹയത്താ? ജഹന്നം. ജഹന്നമില. ജഹന്നമിൽ എത്ര നാളുണ്ട്? എപ്പോഴും ജഹന്നമിലായിരിക്കും. എപ്പോഴും ജഹന്നമിലായിരിക്കും. ഫ്രണ്ടിലോട്ടിരുന്നോ? എപ്പോഴും ജഹന്നമില. മനസ്സിലായില്ലേ? ജഹന്നമിലാണ്, സ്ഥിരമായി ജഹന്നമില. അവരവിടെ തന്നെയായിരിക്കും. അവർക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. അതാണ് അവരുടെ പ്രത്യേകത. അപ്പൊ അവരുടെ പറ്റി ഖുർആൻ പറഞ്ഞ എന്താണ്? ഉലൈക ഹും ശർറുൽ ബരിയ, അള്ളാന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് അവർ. കാരണം എന്താ? എന്താണ് കാരണം? അത് തന്നെ, അള്ളാനെയും റസൂലിനെയും ഖുർആനെയൊക്കെ നിഷേധിച്ച ആളുകളാണ്. അക്കൂട്ടർക്ക് നരകത്തിൽ സ്ഥിരതാമസമാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കാൻ പാടില്ല. ആ വിശ്വാസം കൊണ്ട് തന്നെ, ആ നിഷേധം കൊണ്ട് തന്നെ നരകത്തിലായി പോകും. അവർ ചെയ്ത തെറ്റതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശമാണ്. ഉലൈക ഹും ശർറുൽ ബരിയ, ഉലൈക ഹും ശർറുൽ ബരിയ, അക്കൂട്ടർ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സൃഷ്ടികളാണ്. ഏറ്റവും മോശപ്പെട്ട സൃഷ്ടികൾ. പിന്നെ അതിൻ്റെ അപ്പുറം വരാനില്ല. കാരണം എന്തിനാ? അവർ അള്ളാഹുവിൻ്റെ ആ നൂറാനിയത്ത് ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ നൂറാനിയത്ത് ഉൾക്കൊണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ നൂറാനിയത്ത് ഉൾക്കൊള്ളുന്നത് ആരിലൂടെയാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ നൂറാനിയത്ത് റസൂലിലൂടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അവർ ശിർക്ക് സംഭവിച്ചു. അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയിട്ടില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയിട്ടില്ല, അള്ളാഹുവിൻ്റെ നിഅമത്തോ ബറക്കത്തോ ഒന്നും കിട്ടിയിട്ടില്ല. അവർ നരകത്തിൽ തന്നെ ഉള്ളതാണ്. എന്താണ് നരകം? 7 എണ്ണമുണ്ടെന്നാണു നരകത്തട്ടുകൾ, ജഹന്നമാ സുഹൃത്തുക്കളെ ഏറ്റവും മുകൾ. 7 എണ്ണമുണ്ടെന്നാണു നരകത്തട്ടുകൾ, ജഹന്നമാ
സുഹൃത്തുക്കളെ, ഏറ്റവും മുകൾ ഭാഗത്തുള്ളത് ജഹന്നം. 7 തട്ടുകളുണ്ട് നരകത്തിൽ. സ്വർഗം എത്ര ദർജയുണ്ട്? 100ഓളം വിഭാഗമുണ്ട്. ഏറ്റവും വലിയ വിഭാഗം ഏതാ സ്വർഗത്തില്? അൽ ഫിർദൗസ്. അപ്പൊ നരകത്തിലെ ഏറ്റവും മുകളിലെ നരകമാണ് ജഹന്നം. അതുകൊണ്ട് അവരെ കേറ്റുകയില്ല. അവർക്ക് ശിർക്ക് സംഭവിച്ചു. അവർ അള്ളാഹുവിനെ ആരാധിച്ചില്ല, അള്ളാഹുവിനെ വിശ്വസിച്ചില്ല, നിബിതങ്ങളെ അവിശ്വസിച്ച ആളുകളാണ്. അതാണ് അവരുടെ പ്രത്യേകത. കാരണം ശിർക്ക് സംഭവിച്ചു പോയി, ബഹുദൈവ ആരാധന വന്നുപോയി. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു ദുനൂബ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. ഖുർആൻ പറയുന്നു, സൂറത്തു നിസാ 48-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി. അല്ലാഹു ശിർക്ക് ചെയ്തത് പൊരുത്തപ്പെട്ട് തരത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയ ശിർക്കിന്റെ ഗൗരവം. അല്ലാഹു അല്ലാത്ത ആളിനെ ആരാധിക്കുകയാണ്. നമ്മളെ പടച്ച് പരിപാലിച്ച് അന്നം തന്ന് ഓരോ സെക്കൻഡും നമുക്ക് വേണ്ടി എല്ലാം തരുന്നതാരാ? അല്ലാഹു. ആ അള്ളാനെ വിട്ടിട്ട് ബഹുദൈവങ്ങളെ ആരാധിക്കുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, പൂജകൾ നടത്തുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്താണ് പറഞ്ഞത്? ലാ യഗ്ഫിറു അൻ യുശ്റക. അങ്ങനെ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മാപ്പ് ചെയ്ത് നൽകത്തില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം മറ്റുള്ള മുഴുവൻ തെറ്റുകളും അല്ലാഹു നിനക്ക് പുറത്തു തന്നേക്കാം. ബാക്കിയുള്ള തെറ്റില്ലേ, അത് അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് പൊരുത്തപ്പെട്ടു തരും. പക്ഷെ ശിർക്ക് ചെയ്ത അല്ലാഹു പൊറുക്കുകയില്ല. വമൻ യുശ്രിക് ബില്ലാഹ്. അല്ലാഹുവിന് പുറമെ മറ്റാരെങ്കിലും ആരാധിക്കുകയാണെങ്കിൽ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. അക്കൂട്ടരായ ആളുകളുണ്ടല്ലോ, അക്കൂട്ടർ വലിയ കുറ്റം ചെയ്തവരാണ്, വമ്പിച്ച കുറ്റം ചമച്ചുണ്ടാക്കിയ ആളുകളാണ്. ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ. വലിയ തെറ്റ് ചെയ്തവരാണ്. അപ്പൊ അള്ളാന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാ? ഉത്തരം പറ. ശിർക്ക് വരുന്നവർ, അല്ലെങ്കിൽ കുഫർ വരുന്നവർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി വേറൊരു കൂട്ടരുണ്ട്. ഇപ്പൊ മനസ്സിലായി, അള്ളാന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകൾ അവരാണ്. ആരാ പറഞ്ഞത്? ഖുർആനാ പറഞ്ഞത്. ഉലൈക ഹും ശർറുൽ ബരിയ. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകൾ ബഹുദൈവ ആരാധന ആളുകളാണ്. ഇനി വേറൊരാളുകളെ കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നുണ്ട്. വേറെ ആരാണ്? ബുഖാരിയിലെ ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഖവാരിജിനെ കുറിച്ച് പറയുന്നു. ഖവാരിജ് ആരാന്നറിയാവോ? സഹാബികളുടെ കാലത്തിനുണ്ടായ അവാന്തര വിഭാഗമാണ്. ഇസ്ലാമിലാണ് അള്ളാന്റെ ഖുർആൻ അംഗീകരിക്കുക എന്ന് പറയുന്ന, നിബിതങ്ങളെ അനുസരിക്കുന്നതെന്ന് പറയുന്ന, ഖുർആന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഈ ഖവാരിജ്. ഈ ഖവാരിജുകളെ കുറിച്ച് സ്വഹാബിയായ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹീഹുൽ ബുഖാരി, വകാന ഇബ്നു ഉമർ യറാഹും ശിറാറ ഖൽഖില്ലാഹ്. ബുഖാരിയിലെ ഹദീസ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് ഖവാരിജ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്താ ഇബ്നു ഉമർ തങ്ങൾ പറയുന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകൾ, ശിറാറ ഖൽഖില്ലാഹ്, അള്ളാഹിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണ്? ഖവാരിജാണ്.
എന്താ അത്രത്തോളം അവർക്ക് പ്രശ്നമുണ്ടാകാൻ കാരണം? വഖാല, മഹാനവറുകൾ പറയുന്നു, ഇന്നഹും ഇന്തലഖൂ ഇലാ ആയാതിൻ നസലത് ഫിൽ കുഫാരി ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ കാഫിരീങ്ങളായ മുശ്രിക്കീങ്ങളായ അഹ്ലി കിതാബായ ആളുകൾക്ക് മേലിറങ്ങിയ ആയത്ത്, ബഹുദൈവ ആരാധകരായ ആളുകൾക്ക് മേലിറങ്ങിയ ആയത്തുകളെല്ലാം കൂടി എടുത്ത് മുഅ്മിനീങ്ങളായ ആളുകളുടെ മേൽ ചാർത്തുന്ന ആളുകളാണ്. എന്നിട്ട് മുഅ്മിനീങ്ങളായ ആളുകളെ കാഫിറാക്കുന്ന, മുഅ്മിനീങ്ങളായ ആളുകളെ മുശ്രിക്കാക്കുന്ന ആളുകളാണ് ഖവാരിജ്. അത്തരത്തിലുള്ള ആളുകൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. ശിറാറു ഖൽഖില്ലാഹ്, ശിറാറു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും പിഴച്ച ആളുകളാണ്. രണ്ട് കൂട്ടര്, ഒരു കൂട്ടര് ശിർക്ക് ചെയ്തു പോയി, വേറൊരു കൂട്ടർ എന്തെടുക്കും? അവരെന്താ ചെയ്യുന്നത്? മുസ്ലിമീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകളെ എന്തെടുക്കും? മുശ്രിക്കാക്കും. മുഅ്മിനീങ്ങളായ ആളുകളായിരിക്കും, അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുകയും ബഹുദൈവ ആരാധന നടത്താത്ത ആളുകളാണ്. ഇവരെ പിടിച്ചാരാക്കും? മുശ്രിക്കാക്കും. അതാരാ? ഖവാരിജ്. നബി തങ്ങളുടെ കാലത്തിന് ശേഷം വന്ന ആളുകളാ. അവർ പരിശുദ്ധമായ ഖുർആൻ ഓതും, എന്നിട്ടെടുക്കും മുശ്രിക്കീങ്ങളായ ആളുകൾക്ക് മേലിറങ്ങിയ ആയത്ത് കണ്ട, ഇന്തലഖൂ ഇലാ ആയാത്തിൻ, ബുഖാരിയാണ്, ഉമ്മമാര് ശ്രദ്ധിച്ചോണം. ഇന്തലഖൂ ഇലാ ആയാത്തിൻ നസലതു ഫിൽ കുഫാർ, മക്കത്തെ കാഫിരീങ്ങളുടെ മേലിറങ്ങിയ ആയത്തെടുത്ത് മുഅ്മിനീങ്ങളുടെ മേലോതിയിട്ട് അവരെ മുശ്രിക്കും കാഫിറുമാക്കും. ഇങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. ഇപ്പൊ രണ്ടാളുകളാണ്. ഒന്ന് ബഹുദൈവ ആരാധകർ, അഹ്ലി കിതാബ്, അതൊരു വിഭാഗം. രണ്ടെന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതി ഹദീസ് ഓതി മുഅ്മിനീങ്ങളായ ആളുകളെ ആരാക്കും? കാഫിറാക്കും, മുശ്രിക്കാക്കും. ജാറത്തിൽ പോവാണോ? എന്താ ജാറത്തിൽ പോയാ? ഓതും ഇയ്യാക നഅ്ബുദു താത്താ. എന്തിനാണ് ജാറത്തിൽ പോകുന്നത്? ഖുർആനിൽ തെളിവുണ്ടോ? ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റുള്ള ആളുകളെ ആരാധിക്കാൻ പാടില്ലെന്നില്ലേ? ഖുർആൻ ഓതും. നമ്മൾ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ? ഇല്ല, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു. ഏതെങ്കിലും മഖബറയിൽ പോയാൽ അപ്പൊ ഖുർആനായത്ത് ഓതും, അപ്പൊ ഖുർആനായത്ത് ഹദീസുകൾ എന്തെടുക്കും? ഈ ഖുർആനായത്തും ഹദീസുകളും ആർക്കതിൽ ഇറങ്ങിയതാ? മക്കത്ത് മുശ്രിക്കീങ്ങളുടെ മേൽ ഇറങ്ങിയ ആയത്ത്, ബഹുദൈവ ആരാധകരായ ആളുകളുടെ മേലിറങ്ങിയ ആയത്ത്, ജൂതന്മാരുടെ മേലിറങ്ങിയ ആയത്ത്, നസ്രാണികളുടെ മേലിറങ്ങിയ ആയത്തുകളെല്ലാം ഖുർആനിലുണ്ടല്ലോ. ആ ഖുർആനിലെ ആയത്തുകളൊക്കെ എടുത്ത്, ഹദീസുകളൊക്കെ എടുത്ത് ആരുടെ മേലോതും? മുഅ്മിനീങ്ങളായ ആളുകളുടെ മേലോതും. നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് കേട്ടോ. എന്താ തെളിവ്? ഇന്ന ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ മുശ്രിക്കാണെന്ന്, നിങ്ങൾ ശിർക്കാണ്, നിങ്ങൾ ചെയ്യുന്നത് ശിർക്കിന്റെ പണിയാണ്. നിങ്ങൾ ഇന്ന മഹാനെ കാണാൻ പോയില്ലേ, അത് ശിർക്കാണെന്ന് ഖുർആനിലുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങളാ, നമ്മൾ അള്ളാഹിനെ റസൂലിനെ ഇഷ്ടപ്പെടുകയും അവരെ സ്നേഹിക്കുകയും അള്ളാഹിനെ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ പേരിൽ ആയത്തോ? നിങ്ങൾ നോക്കിയാൽ നമ്മുടെ പരിസരങ്ങളിലുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. ആരാണ്? ഖുർആൻ എടുത്ത് മുശ്രിക്കീങ്ങളുടെ മേലിറങ്ങിയ ആയത്ത് മുഅ്മിനീങ്ങളുടെ മേലിറങ്ങുക. അവരെ കുറിച്ച് പറയുന്നു, ശിറാറ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ ഇറങ്ങിയ മുശ്രിക്കീങ്ങളായ വലിയ വലിയ കല്ലുകളെ, ബിംബങ്ങളെ ആരാധിക്കുന്ന, ഈസ നബി അല്ലാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന, ഉസൈർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആരാധിക്കുന്ന, ബിംബങ്ങളെ പൂജിക്കുന്ന ആളുകളുടെ മേൽ ഇറങ്ങിയ ആയത്തുകൾ എടുത്തു വെച്ചിട്ട് പാവപ്പെട്ട മുഅ്മിനീങ്ങളായ ആളുകളുടെ മേൽ ഓതുന്ന ആളുകൾ ശിറാറ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും നാശം പിടിച്ച ആളുകളാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
ഒരിക്കലും വരാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് ആരെയും നീ മുശ്രിക്കാണ്, നീ കാഫിറാണെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ പറയുന്നവനോ പറയപ്പെടുന്നവനോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക, നമ്മൾ ആരെയും കാഫിറാക്കാൻ പോണ്ട, ആരെയും മുശ്രിക്കാക്കാൻ പോണ്ട. അള്ളാഹുവിലും റസൂലിലും വിശ്വാസമുണ്ടോ വിശ്വസിക്കുക. അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തില്ലേ, നീ മുശ്രിക്കാണ്, കാഫിർ. വലിയ ഗൗരവമാണ്, വലിയ ഗൗരവമാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ മഹാപണ്ഡിതന്മാരായ ആളുകളെ ഞാൻ പറയുന്നില്ല, ഒരു ഉസ്താദ്, വലിയ കേരളത്തിൽ അറിയപ്പെട്ട വലിയ മഹാൻ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇവരെ കുറിച്ചൊക്കെ വലിയൊരു മൗലവി മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു, ആ മൗലവിയുടെ മക്കൾ എന്തായി, സന്യാസിയായിപ്പോയി. പിന്നീട് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ താടിയൊക്കെ വളർത്തി സന്യാസി, മഠത്തിൽ നിൽക്കുകയാണ്. വലിയ കേരളത്തിലെ വലിയ പണ്ഡിതന്മാരൊക്കെ കാഫിറാണ്, കുത്തുബിയത്ത് കഴിക്കുന്നവരാണ്, മൊഹിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നവരാണ്, യാറത്തിൽ പോകുന്നവരാണെന്ന് പറഞ്ഞ് വലിയ മഹാപണ്ഡിതന്മാരെ മുഴുവൻ മുശ്രിക്കാക്കി. അവളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത്, മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്ത് എന്താണെന്നുള്ളത്. ഇന്നും അദ്ദേഹം അവർ ജീവിച്ചിരിപ്പുണ്ട്, ഈ സാമിയായ മകൻ. അന്ന് പേര് പറയണ്ട കുറച്ച് ആണ്, ശ്രദ്ധിക്കാം. അല്ലാഹു തആല അങ്ങനെ പണി തരും. അല്ലെങ്കിൽ നമ്മുടെ സക്കറാത്തിന്റെ സമയത്ത് പിടിച്ച് നമുക്ക് പണി തരും. ഒരാളെ കുറിച്ചും ബിദ്അത്താണെന്ന് വേണമെങ്കിൽ പറയാം, അവൻ പുത്തനാശയമാണേ, പക്ഷെ കുഫർ ആക്കൽ, മുശ്രിക്കാക്കൽ, കുഫറാക്കൽ വലിയ ഗൗരവകരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ വലിയൊരു പ്രത്യേകത. കാരണം അവർ ഓതുന്നത് എന്താണ്? ഖുർആനാണ് ഓതുന്നത്. ഇവരൊക്കെ ഓതുന്നത് ഖുർആനാണ്. ഖുർആൻ ക്ലാസ്സും ഒക്കെ അവര് ഖുർആൻ ഓതിത്തരും. അപ്പൊ നമ്മൾ പാവപ്പെട്ട ഉമ്മമാരോർക്കും, അവരോതും ഖുർആനല്ലേ, ഇവരോതുന്നതും ഖുർആനെ. പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഓതുന്നു ഖുർആൻ, മറ്റുള്ള സ്ഥലങ്ങളിൽ ഓതുന്നു ഖുർആൻ, എല്ലായിടത്തും ഖുർആനാണ് ഓതുന്നത്. ഖുർആൻ തന്നെ പറയുന്നു, യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. സൂറത്തുൽ ബഖറ 26-ാമത്തെ ആയത്ത് എടുത്ത് നോക്ക്. യുളില്ലു ബിഹി കസീറാ, ഈ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ വഴി പിഴച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. വയഹ്ദി ബിഹി കസീറാ, ഈ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ ഹിദായത്തിലാകുമേ. ഈ ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ പിഴച്ചു പോകുമെന്നാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ടാ പറഞ്ഞത് വയഹ്ദി ബിഹി, ഈ ഖുർആൻ കൊണ്ട് ഹിദായത്തിലുമാകും, നന്നായും ചെയ്യും. വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, തെമ്മാടികളായ ആളുകളാണ് ഖുർആൻ കൊണ്ട് വഴി പിഴച്ചു പോകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 26-ാമത്തെ ആയത്ത്. എന്താ, മറ്റവരും ഖുർആൻ ഓതുന്നു, എല്ലാവരും ഖുർആൻ ഓതുന്നു. നിസ്കാരം 3 ഉള്ളെന്ന് പറയുന്ന വിഭാഗമുണ്ട്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന അവരുടെ പേര്. അവരുടെ പേര് തന്നെ എന്താ? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. അപ്പൊ നമ്മൾ എല്ലാവരും ഖുർആൻ ഒന്നുണ്ടെന്നല്ല നോക്കേണ്ടത്. ഈ ഖുർആൻ ഇന്നും ഇന്നലെയും ഇറങ്ങിയതല്ല. ഉസ്താദേ, അവർ ഓതുന്നത് ഖുർആൻ, ഇവർ ഓതുന്നത് ഖുർആൻ, അവരർത്ഥം പറയുന്ന ഖുർആൻ. ഈ പറയുന്ന ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയതാണ്. ഇന്ന് ഇന്നലെ ഇറങ്ങിയതല്ലോ. 1400 വർഷമായി ഇറങ്ങിയിട്ട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഈ ഖുർആനെ മനസ്സിലാക്കിയത്, അത് കഴിഞ്ഞ് സ്വഹാബികൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, താബീങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, തബഉ താബീങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയത്, അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ വഴിപിഴച്ചു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സലഫുസ് സാലിഹീങ്ങളും എങ്ങനെയാണോ ഖുർആൻ മനസ്സിലാക്കിയത്, അതുപോലെ ഞങ്ങൾക്ക് നീ മനസ്സിലാക്കി തന്നെ അല്ലാഹ്.
അല്ലാതെ ഖുർആൻ കണ്ട് ഒരു ഡിക്ഷണറി കിട്ടി ഖുർആൻ്റെ അർത്ഥമുള്ളതൊക്കെ എടുത്ത് നോക്കാനല്ല. അതിൻ്റെ മഹാന്മാർ എങ്ങനെയാണ് അതിൻ്റെ തഫ്സീറുകൾ പറഞ്ഞത്, ഈ തഫ്സീറുകൾ എങ്ങനെയാണ് പറഞ്ഞത്, അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിദായത്ത് കിട്ടും, അള്ളാഹുവിൻ്റെ ബറക്കത്ത് കിട്ടും. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അതാണ് ഇപ്പം സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാ? മോശപ്പെട്ട ആളുകൾ ആരാ? പറ. ആരാ മോശപ്പെട്ട ആളുകൾ? ശിർക്ക് ചെയ്യുന്ന ആളുകൾ, പിന്നെ കുഫർ ചെയ്യുന്ന ആളുകൾ, പിന്നെ മൂന്നാമതൊരു കൂട്ടർ പറഞ്ഞു ഏതാ? ഖവാരിജിന്റെ പണി എന്താ? എങ്ങനെ അവരുപയോഗിക്കുന്നത് ഖുർആനാണ്. ഖുർആന്റെ ആയത്തുകൾ എടുത്ത് മുഅ്മിനീങ്ങളായ ആളുകളുടെ മേൽ ഓതും, എന്നിട്ട് അവരെ ആരാക്കും? മുശ്രിക്കും കാഫിറും ആക്കും. ശരിയല്ലേ? ഖുർആന്റെ ആയത്തുകൾ തന്നെ എടുത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ് അവരെന്താക്കുന്നത്? മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്, മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നത്. അതാര് ചെയ്യുന്ന പണിയാണ്? ഖവാരിജ്. അവർ അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ മോശപ്പെട്ട ആളുകൾ മുശ്രിക്ക്, കുഫർ, പിന്നെ മുഅ്മിനീങ്ങളായ ആളുകളെ മുശ്രിക്കും കാഫിറുമാക്കുന്ന ആളുകൾ. ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നല്ല ആളുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്നല്ലദീന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. മറ്റേ ഷർറുൽ ബരിയാണ്. ഷർറുൽ ബരിയ എന്ന് വെച്ചാൽ എന്താ? സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ഇനി സൃഷ്ടികൾ വെച്ച് ഏറ്റവും നല്ല ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നല്ലദീന ആമനൂ, അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനെയും ഉൾക്കൊള്ളേണ്ടതുപോലെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച ആളുകൾ, ഈമാനുള്ള ആളുകൾ, ഹൃദയത്തിൽ ഈമാനുള്ള ആളുകൾ, അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും നല്ല വിശ്വാസമുള്ള ആളുകൾ. വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുന്ന ആളുകളും. ഉലൈക, അക്കൂട്ടർ, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾ. ഉലൈക ഹും ഖൈറുൽ ബരിയ, അവർ തന്നെയാണ് സൃഷ്ടികൾ വെച്ച് ഏറ്റവും നല്ല ആളുകൾ. മറ്റേ എന്താണ്? അവിശ്വസിക്കുന്ന ആളുകളാണ്. നല്ല കർമ്മം ചെയ്യുക. അപ്പൊ എന്താണ് അത്? ഈമാൻ നല്ലോണം ഓണം. എന്താ ഈമാൻ? നാവ് കൊണ്ട് പറയലാണ്. ഹുവ ഖൗലുൻ ബിൽ ലിസാനി വഅതിഖാദി ബിൽ ഖൽബി, നാവ് കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് നല്ല ഈമാൻ ഉണ്ടാവുകയും വിശ്വാസം ഉണ്ടാവുകയും വഅമലു, അതുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നല്ലോണം ഈമാൻ വേണം, ഹൃദയത്തിൽ ഈമാൻ വരിക. ആ ഈമാനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബിദ്ഉൻ വസിത്തൂൻ ഔ ബിദ്ഉൻ വസബഊന ശുഅബ, 73 അല്ലെങ്കിൽ 63 അത്രത്തോളം ശിഖരങ്ങളുണ്ടെന്നാണ്. 70 ശിഖരം അല്ലെങ്കിൽ 60ഓളം ശിഖരങ്ങൾ. ഏറ്റവും വലിയ കാര്യം ഏതാണ്? വഫ്ദലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈമാന്റെ 70 ശിഖരങ്ങളിൽ ഏറ്റവും മഹത്വരമുള്ളത്. ഏറ്റവും താഴ്ന്ന ഏതാണ്? വഴിയിൽ നിന്നും തടസ്സങ്ങൾ നീക്കുക. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം കാണുന്നു. ഇപ്പം ഈ അല്പമെങ്കിലും ഈമാനുള്ളവന് തീർക്കും, ആ കാല് കൊണ്ട് ഒന്നും ഇങ്ങനെ മാറ്റി തട്ടിക്കളയും. ഈമാനുള്ളവന്റെ ഗുണമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാ, ഈമാനിൽ ഏറ്റവും വലുത് ഏതാ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല. അതാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു നീയല്ലാതെ വേറൊരു ആരാധ്യനില്ല. അല്ലാഹ് ഏറ്റവും വലിയ ശക്തി അതാണ്. അതാണ് ഫസ്റ്റ് ഉള്ളത്. ഏറ്റവും അവസാനം കിടക്കുന്നതാണ് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ. ഇപ്പം ഇതിലേക്കൂടെ ഇങ്ങനെ പോണ കാണാമല്ലോ. അപ്പം ഇതിൽ മരക്കൊമ്പ് വീണു, ഒരു വലിയ കല്ല് കിടക്കുന്നു. അപ്പം ഹൃദയത്തിൽ അല്പമെങ്കിൽ ഈമാനുള്ള ഉപ്പമാരാണെങ്കിൽ എന്തെടുക്കും? അവിടെ ഇറങ്ങി അല്ലെങ്കിൽ നടന്ന വഴി ആ ഓല എടുത്തൊന്ന് മാറ്റിയിടും. ഓല എടുത്ത് മാറ്റിയിടും. അത് ഈമാൻ ഉണ്ടാകണ്ട.
ഈമാൻ ഏറ്റവും ചെറിയ ഭാഗമാണ്. ശരിയല്ലേ? ഈ സമരം ചെയ്യുന്നവരുടെയൊക്കെ കാര്യം എന്താ? റോഡിൽ ഇറങ്ങി വഴി മൊത്തം ബ്ലോക്കാക്കി സമരം ചെയ്യുന്നവർ എന്തായിരിക്കും? വലിയ ഹറാമാണ്. അപ്പം വഴിയിൽ തുറസുണ്ടാക്കി കൊടുക്കുക, വഴി ക്ലിയർ ആക്കി കൊടുക്കുക, അത് ഈമാനിലെ ഏറ്റവും ചെറിയ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈമാനുള്ള ആരാണ്? പറഞ്ഞോ, ആരാ? അത് തന്നെ. ലോകത്ത് പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈമാനുള്ളത് ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങക്ക അതിൽ പറയുന്നുണ്ട്, ലൗ ഉസിന ഈമാനു അബൂബക്കറിൻ ബിഈമാനി അഹ്ലിൽ അർളി ലറജഅ ബിഹിം. അബൂബക്കർ തങ്ങളുടെ ഈമാൻ ഒരു തുലാസിലും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാൻ മറ്റൊരു തുലാസിലും വെച്ചാൽ ആ തുലാസിന് കനം കൂടുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഈമാനാണ്, വലിയ ഈമാനാണ്, ആ വലിയ ഈമാനാണ്. കാരണം ആ റസൂലിനെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. നിബിതങ്ങളെ എല്ലാവരും കളവാക്കിയപ്പോൾ നിബിതങ്ങളെ ചേർത്ത് നിർത്തിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതേ ഈമാൻ എന്ന് പറഞ്ഞാൽ അതാ, എല്ലാവരും കളവാക്കുമ്പോൾ കൂടെ നിൽക്കണം. എല്ലാവരും പറഞ്ഞു, നിബിതങ്ങൾ മെഹറാജിന് പോയപ്പോൾ ആ സ്വഹാബികൾപ്പെട്ട പലരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, മുഹമ്മദ് കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. നിബിതങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ സത്യം തന്നെയാണെന്ന് പറഞ്ഞു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിയുടെ കൂടെ നിന്നു. ഉണ്ടാ, അതാണ് ഈമാൻ. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ ചോദിച്ചത്? മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ. ഇന്ന് ആരാണ് ഇവിടെ നോമ്പ് പിടിച്ചത്? വിശ്വസിച്ചാൽ മാത്രം പോരാ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വസിക്കുകയും വേണം, സൽക്കർമ്മവും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ എന്തെടുക്കത്തുള്ളൂ? ഉലൈക ഹും ഖൈറുൽ ബരിയ. അവർ തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ല ആളുകൾ. അബൂബക്കർ ഒരു ദിവസം ചോദിച്ചു, ആരാണെന്ന് നോമ്പ് പിടിച്ച ആളുകൾ? സദസ്സിൽ എല്ലാ സ്വഹാബികളും ഉണ്ട്. അബൂബക്കർ തങ്ങൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട് നബിയെ, ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ട്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ഇന്നത്തെ ദിവസം ജനാസയുടെ പുറകെ പോയത് ആരൊക്കെയാണ്? വീട്ടിൽ പോയി ജനാസ എടുത്തുകൊണ്ട്, അതുപോലെ തന്നെ ജനാസയുടെ കൂടെ നടന്ന് കബറടക്കത്തിനൊക്കെ പങ്കെടുത്ത ആരാണ്? അബൂബക്കർ തങ്ങൾ എണീച്ച് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട്. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ. പാവങ്ങളായ ആളുകൾക്ക് ഇന്ന് ഭക്ഷണം കൊടുത്ത ആരാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്? ആരാണ് ഈ കൂട്ടത്തിൽ പാവങ്ങൾക്ക് ഇന്ന് ഭക്ഷണം കൊടുത്തത്? അവിടെയും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. നാലാമത് റസൂൽ ചോദിക്കുന്നു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദാ. ആരാണ് രോഗിയെ ഇന്ന് സന്ദർശിച്ചത്? അന യാ റസൂലല്ലാഹ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ഹും ഖൈറുൽ ബരിയ. തീർച്ചയായും വിശ്വസിക്കുകയും വിശ്വാസമുണ്ടായാൽ മാത്രം പോരാ, വഅമിലുസ് സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവർ തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടവരായവരെന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെ ചോദിക്കാം റസൂൽ വന്നിട്ട്, ഇന്നാർക്കാ നോമ്പുള്ളത്? രണ്ടാമത് ചോദിക്കുന്നു, ഇന്നാരാണ് നിങ്ങൾക്കിടയിൽ, നിങ്ങൾ സ്ത്രീകളെ നിങ്ങൾക്കിടയിൽ ഇന്ന് മരിച്ച വീട്ടിൽ പോയി കുളിപ്പിക്കുകയും മറ്റും ചെയ്ത പെണ്ണുങ്ങൾ ആരാണ്? പെണ്ണുങ്ങൾക്കും ചെയ്യാമല്ലോ, നോമ്പ് പിടിക്കാൻ സമീപത്തൊരു വീട്ടിൽ, അല്ലെങ്കിൽ അൽബാസിയൊരു വീട്ടിൽ, അല്ലെങ്കിൽ നാട്ടിലൊരു വീട്ടിൽ ഒരു ഉമ്മ മരണപ്പെട്ടു, അവിടെ ചെന്ന്, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു, അവിടെ ചെന്ന് ആശ്വസിപ്പിക്കുക, ആ ജനാസ ഒന്ന് കുളിപ്പിക്കുക. ഇത് നിങ്ങളിൽ ആരാ ചെയ്തത്?
നിങ്ങൾ ചെയ്തിട്ടില്ല. മൂന്നാമത് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ആരാ? നമ്മളത് ചെയ്തിട്ടില്ല. നാലാമത് ചോദിച്ചു, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാ? നമ്മൾ ചെയ്തിട്ടില്ല. ഇത് അബൂബക്കർ തങ്ങളുടെ സ്ഥിരം ജോലിയാണ്. ഇതൊക്കെ സ്ഥിരമായി ചെയ്യുമായിരുന്നു. ഒറ്റ ദിവസം മാത്രം ചെയ്തെന്നല്ല, സ്ഥിരമായി ഇത് ചെയ്യുന്ന ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് സൽക്കർമ്മം. നമ്മുടെ വീട്ടിലും വരുമല്ലോ പാവങ്ങൾ, ധർമ്മം ചോദിച്ചുകൊണ്ട് വരുമ്പം വല്ലതും കഴിച്ചോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. നമ്മൾ വല്ലതും കഴിച്ചായിരുന്നാ? ഉച്ചയായില്ലേ? രാത്രിയായില്ലേ? പകലായി വല്ലതും കഴിച്ചായിരുന്നോ? നമ്മൾ ചോദിക്കത്തില്ല. പൈസ കൊടുക്കുന്നല്ലോ വെച്ചാൽ ഭക്ഷണം കൊടുക്കുക. ഒന്നും കഴിച്ചിട്ടില്ല, ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്ത് കൊടുക്കുക. ചോറും കറിയുന്ന സന്തോഷത്തോടു കൂടി അവർ വിശന്നിരിക്കുമായിരിക്കും കൊടുക്കുക. ആ കൂലി കിട്ടി. അബൂബക്കർ തങ്ങളുടെ സുന്നത്താണ്. പക്ഷെ നോമ്പാണ്, സ്വന്തം നോമ്പാണ്, സുന്നത്ത് നോമ്പാണ്. പക്ഷെ ഭക്ഷണം കൊടുക്കുക മറ്റുള്ളവർക്ക്. വീട്ടിൽ ഒരു മയ്യത്ത്, ഒരു ഇത്ത മരിച്ചെന്നറിഞ്ഞ് അൽഹംദുലില്ലാഹ് അവിടെ ചെന്ന് ഒന്ന് ജനാസയൊക്കെ ഒന്ന് കുളിപ്പിച്ച് അവിടെ എല്ലാവരെയും ഒന്ന് ആശ്വസിപ്പിച്ച് ഖുർആനൊക്കെ ഒന്ന് ഓതി പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അത്. അല്ല അവിടെ ചെന്നിരുന്നിട്ട് ഇങ്ങനെ കുറ്റവും കുറവും എല്ലാവരെയും കണ്ട് വർത്താനവും പറഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ച് തിരിച്ചു വരലല്ല. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾക്ക് മുന്നിട്ട് ഒരു പറയും, ആ ഇത്ത വന്നാണ്ടല്ലോ അൽഹംദുലില്ലാഹ് ജനാസയും കുളിപ്പിച്ച് ഖുർആൻ ഓതി, അനാവശ്യമായിട്ട് ഒരു സംസാരമില്ല. അവിടെ ആശ്വസിപ്പിച്ച്, അവിടുത്തെ മക്കളും മരുമക്കളൊക്കെ കാണുമല്ലോ, അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് ആരെയും വെറുപ്പിക്കാതെയൊക്കെ നിന്ന് നോക്കിക്കേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലല്ലേ? ഇവിടെ മയ്യത്ത് പരിപാലനത്തിന്റെ ക്ലാസ് എടുത്തു തന്നില്ലേ? നമുക്ക് ചെയ്തു കൂടെ? ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ലേ നിങ്ങൾ മയ്യത്ത് പരിപാലനത്തിന്റെ? ഇവിടെ പോണം. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ മയ്യത്തുകൾ കുളിപ്പിക്കുക. അതുപോലെ തന്നെ രോഗിയായി, ഒരുത്ത രോഗിയാണെന്നറിഞ്ഞ് ഇവിടെ പോയി ഒന്ന് ആശ്വസിപ്പിക്കുക. നിങ്ങൾ കൂടെ ഒരുമിച്ച് പോയിട്ട് ഒരു ദിവസത്തിൽ അവിടെ പോയി കാണുക. ഇതൊക്കെ ചെയ്ത വലിയ പ്രവൃത്തിയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടുന്നത്. ഇന്നല്ലദീന ആമനു, എന്ന അർത്ഥം ശ്രദ്ധിക്കണേ. ഇന്നല്ലദീന ആമനു, അബൂബക്കർ തങ്ങളുടെ ഹൃദയം, അബൂബക്കർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആലോചിച്ച് നോക്കണേ. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ച ആളുകളാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹബീബിനെ നിഴലില്ലാത്ത നബിയുടെ നിഴലായി എപ്പോഴും നടന്നു. ഹബീബായ നബി തങ്ങളെ ആളുകൾ കളവ് പറഞ്ഞപ്പോൾ, കള്ളനാക്കിയപ്പോൾ അള്ളാന്റെ റസൂലിനോട് ചേർന്നു വിശ്വസിച്ചു. സിദ്ദീഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു. ഹബീബായ നബി തങ്ങളെ നാട് കടത്തിയപ്പോൾ കൂടെ പോയി. അതാ മൂർഖം പാമ്പ് വന്ന് കടിച്ചപ്പോൾ ഹബീബിനെ കടിക്കാതിരിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ സമർപ്പിച്ച നേതാവ് അതാണ് ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകൾ. അല്ലാഹുവിനെ വിശ്വസിച്ച ആളാണ്, ഹബീബിനെ വിശ്വസിച്ച ആളാണ്. ഹബീബിനെ സ്നേഹിക്കുമ്പോഴാണ് അല്ലാഹുവിനെ സ്നേഹിക്കുന്നത്. ഹബീബിനെ ഇഷ്ടം വെക്കുമ്പോഴാണ് അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നത്. റസൂലുള്ളാഹിയെ പാമ്പ് കടിച്ചു കൊല്ലട്ടെ, എന്നെ കടിച്ചില്ലല്ലോ എന്നല്ല അവിടെ കരുതുന്നത്. എന്നെ പാമ്പ് കടിച്ചാലും, എന്നെ മൂർഖം പാമ്പ് കടിച്ചാലും അള്ളാന്റെ റസൂലിനെ കടിക്കാൻ പാടില്ല. ഇത് കാരണം അള്ളാന്റെ റസൂലാണ്, ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ഇത് വേദനിക്കാൻ പാടില്ലാത്ത ആളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിൽ വിശ്വാസം വരുമ്പോഴേ ഹബീബായ നബി തങ്ങളിൽ വിശ്വാസം വരൂ, ഹബീബായ നബി തങ്ങളിൽ സ്നേഹം വരൂ. സ്വന്തം കാൽപ്പത്തിയാണ് വെച്ചു കൊടുത്തത്, മൂർഖം പാമ്പാണ് കടിച്ചത്. ശക്തമായി വേദനിക്കുന്നുണ്ട്, സർപ്പമാണ്. പക്ഷേ വേദനിച്ചിട്ട് പോലും തുടയൊന്ന് അനക്കുവാൻ തയ്യാറായില്ല, ശരീരമൊന്ന് അനക്കുവാൻ തയ്യാറായില്ല. തന്റെ മടിയിൽ കിടന്ന് സുന്ദരമായി ഉറങ്ങുന്ന, സ്വപ്നങ്ങൾ കണ്ട് കിനാക്കൾ കണ്ട് സ്വന്തമായി സുഖമായി ഉറങ്ങുന്ന ഹബീബായ നബി തങ്ങൾ ഞാൻ അനങ്ങിയാൽ റസൂലിന്റെ ഉറക്കത്തിൽ കോട്ടം വരുമല്ലോ, റസൂലിന്റെ ഉറക്കത്തിൽ കോട്ടം വരുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉറക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ഞാൻ മരിച്ചാലും വേണ്ട, ഞാൻ മരിച്ചോട്ടെ, ഞാൻ സർപ്പത്തിന്റെ കടിച്ച മരിക്കുമല്ലോ, ഞാൻ മരിച്ചാലും ആരെണീക്കാൻ പാടില്ല, റസൂൽ എണീക്കാൻ പാടില്ല. അതാണ് ഈമാൻ.
നമ്മളാണെങ്കിൽ പാമ്പ് നമ്മൾ പറയും ഞാൻ അങ്ങ് വെക്കും, നിങ്ങളുടെ കാലം വേണമെങ്കിൽ വെച്ചോളാൻ പറയും. നമുക്ക് പേടിയാ. ഈമാനെന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാലും അനക്കാൻ സമ്മതിച്ചില്ല. വേദന കടിച്ചിരുന്ന് അറിയാതെ കണ്ണീന്ന് വേദന കാരണം കണ്ണുതുള്ളി വീണുപോയി. ഇപ്പൊ നബിതങ്ങൾ ചാടി വെച്ച് എന്താ അബൂബക്കറെ സൗണ്ട് ഉണ്ടാക്കി കരഞ്ഞില്ല. ഈ സൗണ്ട് ഉണ്ടാക്കി റസൂൽ എണീക്കും. അത്രക്ക് സ്നേഹമാണ് നബി. അതാണ് ഇന്നല്ലദീന ആമനു, വിശ്വസിച്ചതായ ആളുകൾ, വിശ്വാസമുള്ള ആളുകൾ, വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്ത ആളുകൾ, രോഗിയെ കാണുന്ന ആളുകൾ, നമസ്കരിക്കുന്ന ആളുകൾ, ജനാസയെ പിന്തുടരുന്ന ആളുകൾ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, നോമ്പെടുക്കുന്ന ആളുകൾ, അത്തരക്കാരായ ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഉലൈകഹും ഖൈറുൽ ബരിയ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഉത്തമരാണ്. ഉമ്മമാരെ, നിങ്ങൾക്ക് റസൂലിനെ ഇഷ്ടമാണോ? അള്ളാഹുവിനെ പ്രിയമാണോ? നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ്. നിങ്ങളാണ് അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല ആളുകൾ. നിങ്ങൾ നല്ല ഈമാനുണ്ട്, ഈമാന് പുറമെ സൽക്കർമ്മവും ചെയ്ത ഉമ്മമാരാണ്. അൽഹംദുലില്ലാ, ഉലൈക ഹും ഖൈറുൽ ബരിയ, അവർ തന്നെയാണ് നല്ല ആളുകൾ. അവരുടെ പ്രതിഫലം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ജസാഉഹും ഇൻദ റബ്ബിഹിം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ജസാഉഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ അവരുടെ പ്രതിഫലം എന്താണെന്നറിയട്ടെ? ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാണ്. തഹ്തിഹൽ അൻഹാർ, അതിന്റെ അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന, സുന്ദരമായ അരുവികൾ ഒഴുകുന്ന, കളകളാരവം മുഴക്കുന്ന അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹു കൊടുക്കുക. ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്താ ചെയ്യുന്നത്? ജസാഉഹും, അവരോടുള്ള പ്രതിഫലം, അവർക്ക് കിട്ടാൻ പോകുന്നത്. നല്ല ഈമാനുണ്ടോ? നല്ല ഇബാദത്തുണ്ടോ? സൽക്കർമ്മമുണ്ടോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് അള്ളാഹു നൽകി വെച്ച് ജസാഉഹും ഇൻദ റബ്ബിഹിം, അവർക്ക് കൊടുക്കുന്നത് അള്ളാഹുവാണ്. ഞാൻ പറഞ്ഞ അള്ളാഹിലേക്ക് ചേർത്ത് പറഞ്ഞത്. അവർക്ക് കൊടുക്കുന്ന ആരാ? അള്ളാഹുവാ കൊടുക്കുന്നത്. വലിയ പ്രതിഫലമാണ് കൊടുക്കുന്നത്. എങ്ങനെ? ജന്നാത്തു അദ്നിൻ, സ്വർഗങ്ങളാ, ഒരു സ്വർഗമല്ല, സ്വർഗങ്ങൾ കൊടുക്കുക. എത്രയാ കൊടുക്കുക? സ്വർഗങ്ങളാ കൊടുക്കുന്നത്. എങ്ങനെയുള്ള സ്വർഗങ്ങൾ? അദ്നിൻ, എങ്ങനെയുള്ള? സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ. കാലാകാലം താമസിച്ചു. നമ്മളാണെങ്കിൽ പറയും വാടകയ്ക്കാണ്, അല്ലെങ്കിൽ പറയും ഒരു 10 കൊല്ലം താമസിച്ചോ എന്ന് പറയും. അങ്ങനല്ല, അള്ളാഹ് അങ്ങനെ പിശുക്കല്ല. സ്വർഗങ്ങൾ കൊടുക്കും. സ്വർഗം, ഇഷ്ടമുള്ള സ്വർഗം, 100 സ്വർഗം, 1000 സ്വർഗം. കാരണം ഇത് കൊടുക്കുന്ന ആരാ? അള്ളാഹു. നമ്മൾ നമ്മുടെ ചിന്ത വെച്ച് പറയും, ഓ അങ്ങനെയൊക്കെ കൊടുക്കുവോ? നമ്മുടെ ചിന്ത പോലല്ല. അതാ പറഞ്ഞത്, ജസാഉഹും ഇൻദ റബ്ബിഹിം, അവരുടെ പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്ഥിരമായിട്ടുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിന്റെ താഴ്വാരങ്ങളിൽ കൂടെ, അടിയിലൂടെ മനോഹരമായ നദികൾ ഒഴുകുന്ന സ്വർഗമാണ്. ഖാലിദീന ഫീഹാ അബദ, അവർ ആ സ്വർഗത്തിൽ സ്ഥിരതാമസമായിരിക്കും. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു. വറളൂ അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, ദാലിക ലിമൻ ഖശിയ റബ്ബ, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന, ദാലിക ഇത്തരത്തിലുള്ള സ്വർഗങ്ങളും ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളും, ലിമൻ ഖശിയ റബ്ബ, അല്ലാഹുവിനെ ഭയന്നവർക്കുള്ളതാണ്, അല്ലാഹുവിനെ വഴിപ്പെട്ടവർക്കുള്ളതാണ്. ആ സ്വർഗം കൊടുക്കുക. ഇങ്ങനെ അല്ലാഹു തആല കൊടുക്കുക. ആ സ്വർഗത്തിന്റെ വർണ്ണനകൾ അല്ലാഹ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ആണ്ട് കുത്തി വെച്ചാ
നമ്മുടെ ബുദ്ധി വെച്ച. നമ്മുടെ ബുദ്ധി എവിടെ ഇരിക്കുന്ന അള്ളാഹു ഏതാണ്? അതാണ് സ്വർഗം, വലിയ സ്വർഗം. നമ്മളപ്പോൾ ചിലർ പറയും, ചിലർ ഇപ്പൊ സ്വർഗത്തെ പറ്റി പറയുമ്പോഴൊക്കെ കളിയാക്കും. നമ്മളിപ്പോൾ ഉസ്താദുമാർ സ്വർഗത്തെ പറ്റിയൊക്കെ പ്രസംഗിക്കുമ്പോൾ യുക്തിവാദികൾ കളിയാക്കും. എന്തൊക്കെയായി ഉസ്താദുമാർ സ്വർഗത്തെ പറ്റി പറയുന്നു, കൊച്ചു ഭാരതമ കഥയൊക്കെയാണല്ലോ. കാരണം അവരുടെ ചിന്തയ്ക്ക് അപ്പുറമാണ് സ്വർഗം. അത് അള്ള കൊടുക്കുന്നതാണ്. അള്ള കൊടുക്കുന്നത് ഇവന് ചിന്തിച്ചിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. കണ്ട, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. ഒരു പഴം പറിച്ചാൽ ആ സമയത്ത് തന്നെ അവിടെ അടുത്ത പഴം കിളുക്കും. ഇത് നമുക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നമ്മളിവിടെ ചിന്തിക്കും നമ്മുടെ നാട്ടിലെ പഴമാണ്. ഒരു മാങ്ങ പറിച്ചാൽ കുറേ അടുത്ത കൊല്ലം വേണമെങ്കിൽ മാങ്ങ പറിക്കണമെങ്കിൽ, അല്ലേ? സ്വർഗത്തിലെ പഴം എങ്ങനെയാണ്? അവിടെ പോയി പറിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ഒരെണ്ണം അവിടെ ഉണ്ടാവും. ഇതൊരു ഉസ്താദ് പ്രസംഗിച്ചിട്ട് യുക്തിവാദികൾ ട്രോള് വരുന്നു. എന്താ ഉസ്താദി പറയണത്? ഖുർആൻ പറയുന്നതാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കാലപ്പഴക്കം കൊണ്ടു നീ നരക്കണ്ട, 33 കവിയണ്ട. കാലപ്പഴക്കം കൊണ്ടു നീ നരക്കണ്ട, 33 കവിയണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും 33 വയസ്സ്, 33. എന്തായിരിക്കും? നരയൊന്നുമില്ല. ഇതുപോലെയാണ് സ്വർഗത്തിലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെ കേട്ടു. സ്വർഗത്തിൽ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അണിനിരത്തും. എല്ലാവർക്കും 33 വയസ്സ്. 70 വയസ്സായ ആളുകൾക്കും വൃദ്ധരായ ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ വളരെ കുറഞ്ഞ പ്രായം, 33 വയസ്സ്. കൂടുകയില്ല, കുറയുകയുമില്ല. മണിയുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. മണിയില്ല റബ്ബേ, പൈസയില്ല, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അതിലേക്കു നീയൊരു പാസുതാ മന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. മൗത്തിന്റെ സമയം മുമ്പിനായി മരിപ്പിക്കണേ, സമയം ഷഹാദത്ത് എന്ന നിധിയും നൽകണേ. മൗത്തിന്റെ സമയം മുമ്പിനായി മരിപ്പിക്കണേ, സമയം ഷഹാദത്ത് എന്ന നിധിയും നൽകണേ. അല്ലാഹുവേ, അത് വാങ്ങിക്കാൻ പൈസയില്ല, അത് സൗജന്യമായിട്ടാണ് നീ അതിലേക്ക് പാസ് തരേണ്ടത്. സ്വർഗത്തിലേക്ക് നീയാണ് പാസ് തരേണ്ടത്. അല്ലാഹുവേ, സൗജന്യമായി എനിക്കൊരു പാസ് നൽകണം അല്ലാ. മരണസമയത്ത് ഷഹാദത്ത് നൽകണം അല്ലാ. ആരുടെയെങ്കിലും അവസാനം ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക്, പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണേ, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയം ചുറ്റുമുള്ള ആളുകൾ കരയുകയാണ്. പെട്ടെന്നതാ ഉമ്മ വിളിച്ചു പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ആരെങ്കിലും ഉച്ചരിച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ ദഖലത്തിൽ ജന്ന, ഈ പറഞ്ഞ സ്വർഗത്തിൽ
നരകത്തിൽ അവൾ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൗത്തിന്റെ സമയം മുഅ്മിനായി മരിപ്പിക്കണേ, സമയം ഷഹാദത്ത് എന്ന നിധിയും നൽകണേ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി നബിയിന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് മക്ബറയിൽ സലാത്തുണ്ട്. കഴിയുന്ന എല്ലാവരും അതിലൊക്കെ പങ്കെടുത്ത് വിജയിപ്പിക്കുക. അസ്ർ കഴിഞ്ഞ് അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. പല ആളുകളും ഹജ്ജിന് പോകുന്നവരുണ്ട്. നമ്മുടെ മാലിൻ്റെ പ്രസിഡൻ്റൊക്കെ പോയതാണ്. 2 മണിക്ക് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പോയവർക്കും പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ തിരുമണ്ണിലെത്തി ആ ഹജ്ജും ഉംറയും അതുപോലെ തന്നെ മദീനത്ത് പോയി സിയാറത്തൊക്കെ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയാണ്. അറിഞ്ഞാണല്ലോ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്, കുറച്ച് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ദുആരക്കുക. യുദ്ധങ്ങളൊന്നും വേണ്ട, സമാധാനത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും മുഴുവൻ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. അള്ളാഹുവേ, ഞങ്ങളിവിടെ കേട്ടതും പറഞ്ഞതുമെല്ലാം സ്വാലിഹായ അമൽ സ്വീകരിക്കണം അല്ലാഹ്. അള്ളാഹുവേ റഹ്മാനെ, പഠിച്ചവനെ, ഏറ്റവും മോശപ്പെട്ട ആളുകൾ, തിന്മ ചെയ്യുന്ന ആളുകൾ, കുഫറിൽ പോകുന്ന ആളുകൾ, ശിർക്ക് വെക്കുന്ന ആളുകൾ, അല്ലാഹുവേ ഉലൈക ഹും ശർറുൽ ബരിയ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകൾ. അല്ലാഹുവേ, ആ കൂട്ടരിൽ ഞങ്ങളെ പെടുത്തരുത് അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ പെടുത്തരുത് തമ്പുരാനെ. ഞങ്ങളുടെ പരമ്പരകളെ പെടുത്തരുത് അല്ലാഹ്. അല്ലാഹുവേ, മറ്റുള്ളവർക്ക് ശിർക്ക് ആരോപിക്കുന്ന, മറ്റുള്ളവരെ കുഫ്ർ ആരോപിക്കുന്ന ശിറാറു ഖൽഖില്ല, അള്ളാഹിന്റെ ഭൂമിയിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ റഹീമേ, ഞങ്ങളെ നീ ഈമാൻ ഉള്ളവർ ഉൾപ്പെടുത്തണം അല്ലാഹ്. നല്ല അമലുകൾ ചെയ്യുന്നവർ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ നദികൾ അടിയിലൂടെ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ ശാശ്വതമായി ജീവിക്കുന്നവരിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ, അതിലേക്കുള്ള ഈമാൻ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, അതിൻ്റെ ഈമാൻ നൽകണം അല്ലാഹ്. നല്ല പ്രവർത്തനം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളുടെ ഈമാൻ എത്രയോ വലുതാണ്. ഹബീബിനെ സ്നേഹിച്ചത് എത്രയോ അദമ്യമായിട്ടാണ്. അവിടുത്തെ പ്രവർത്തനം എത്രയോ മികവുള്ളതാണ്.
സമയമാണ്. അല്ലാഹുവേ, അത്തരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അല്ലാഹുവേ, ഞങ്ങളുടെ മരണസമയത്ത് നല്ല ഈമാൻ നൽകണമല്ലാ, നല്ല ഈമാൻ നൽകണമല്ലാ, മരണസമയത്ത് നല്ല ഈമാൻ നൽകണമല്ലാ. ഇബ്ലീസ് ശൈത്താൻ 18 അടവും പയറ്റി ഈമാൻ തെറ്റിക്കുന്ന സമയമാണ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ, ബദരീങ്ങളാൽ തുണ റബ്ബനാ. സമയത്ത് അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളുടെ കാവൽ നൽകണമല്ലാ, ബദരീങ്ങളുടെ കാവൽ നൽകണമല്ലാ, ഉപ്പാപ്പയുടെ കാവൽ നൽകണമല്ലാ. ആ മരണസമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ ഉറക്കം ചൊല്ലി ഈമാനിലെങ്കിൽ നല്ല ഹൃദയത്തോടുകൂടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ, മഹാന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നിലോട്ട് എത്തുവാൻ തൗഫീഖ് നൽകണമല്ലാഹ്. അല്ലാഹുവേ, പാപികളാണ്, ദോഷികളാണ്. ഞങ്ങളുടെ പാപം കാരണത്താൽ, തെറ്റു കാരണത്താൽ ഞങ്ങളുടെ അവസാന സമയം മോശമാക്കരുത് അല്ലാഹ്. അല്ലാഹുവേ, നല്ലത് ചെയ്യുവാൻ വഴികൾ തുറന്നു നൽകണം നാഥാ. അല്ലാഹുവേ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. നീ മഗ്ഫിറത്ത് നൽകണമല്ലാ, പാപമോചനം നൽകണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉപ്പക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ലാ, ഞങ്ങളുടെ ഉമ്മക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പോറ്റി വളർത്തിയവരാണ്, കഷ്ടപ്പെട്ടവരാണ്, ത്യാഗങ്ങൾ സഹിച്ചവരാണ്, പട്ടിണി കിടന്നവരാണ്. അല്ലാഹുവേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, ചെറുപ്പത്തിൽ ഞങ്ങളോട് കാണിച്ചതുപോലെ നല്ല റാഹത്ത് അവരോട് നീ കാണിക്കണമല്ലാ, അവരോട് കരുണ കാണിക്കണമല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ലാ, ഞങ്ങളുടെ ഭർത്താവിന് മഗ്ഫിറത്ത് കൊടുക്കണമല്ലാ, മക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ലാ, പേരക്കുട്ടികൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ലാ, ഉസ്താദുമാർക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ലാ, ഒരുമിച്ച് കൂടിയ ഉമ്മമാർ ഉപ്പമാർക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ലാ. അല്ലാഹുവേ, റഹ്മാനേ, മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകണമല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഉമ്മമാർ സഹോദരന്മാർക്ക് മഗ്ഫിറത്ത് കൊടുക്കണമല്ലാ. അല്ലാഹുവേ, നിരവധി അനവധി രോഗികളാണ്. പരിശുദ്ധ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞ സമയം നിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയ മജ്ലിസാണ്. അല്ലാഹുവേ, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് മുഴുവൻ രോഗികൾക്കും നീ ശിഫ കൊടുക്കണമല്ലാ. ഈ മജ്ലിസിൽ വരുന്ന മുഴുവൻ ഉമ്മമാർ, ഉപ്പമാര്, അവരുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ രോഗങ്ങൾക്കും കാമിലായ ശിഫ നൽകണമല്ലാ, ആഫിയത്തും ആരോഗ്യം നൽകണമല്ലാ, സിഹത്തും ഖുവ്വത്തും നൽകണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ജോലിയിലും ഖൈറും ബറക്കത്തും നൽകണമല്ലാ, ഞങ്ങളുടെ ഭാര്യമാരിൽ ഖൈറും ബറക്കത്തും നൽകണമല്ലാ. അനുയോജ്യരായ ഇണവധൂവരന്മാരെ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, റഹ്മാനേ, ലോക മുസ്ലിമീങ്ങൾക്ക് ശാന്തി നൽകണമല്ലാ, ഞങ്ങളുടെ രാജ്യത്തിൽ ശാന്തി നൽകണമല്ലാ, ലോകത്തിൽ സമാധാനം നൽകണമല്ലാ. യുദ്ധഭൂമിയിലോട്ട് ഞങ്ങളെ നയിക്കരുത് അല്ലാ. അല്ലാഹുവേ, യുദ്ധഭൂമിയിലോട്ട് നയിക്കരുത് അല്ലാ. അല്ലാഹുവേ, ശാന്തിയും സമാധാനവും പുനർസ്ഥാപിക്കണമല്ലാ. അല്ലാഹുവേ, ഇന്ത്യൻ സൈന്യത്തിന് ശക്തി നൽകണമല്ലാ, പ്രതിരോധത്തിനുള്ള ആഫിയത്ത് കൊടുക്കണമല്ലാ. അവർക്ക് നീ വിജയം നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിലുള്ള പദമൈത്രി നിലനിർത്തണം നാഥാ. അല്ലാഹുവേ, റഹ്മാനേ, റഹീമേ, പടച്ചവനെ, 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. അല്ലാഹുവേ, +2ലേക്കുള്ള അഡ്മിഷൻ നീ എളുപ്പമാക്കണമല്ലാ. ഉദ്ദേശിച്ച കോഴ്സിലോട്ട് അഡ്മിഷൻ നൽകണമല്ലാ. നീറ്റ് സെറ്റ് പരീക്ഷ എഴുതി വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയം നൽകണമല്ലാ. പ്രവാസികൾ അവരുടെ ജോലിയിലും മറ്റും ഖൈറും ബറക്കത്തും നൽകണമല്ലാ.
നൽകണമല്ലാ. പ്രവാസികളായ മക്കളുടെ ജോലിയിൽ ഖൈറും ബറക്കത്തും വർദ്ധനവും നൽകണമല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മഹലിൽ നിന്ന് പോയ മഹലിന്റെ പ്രസിഡന്റ് അടക്കം ഇനി പോകാനിരിക്കുന്ന ആളുകളടക്കം അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളടക്കം അവരുടെ ജോലിയിലും അവരുടെ വാഹനത്തിലും അവരുടെ വീട്ടിലും നീ കാവൽ കൊടുക്കണമല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും മർദിയായ സിയാറത്തിനും തൗഫീഖ് നൽകണമല്ലാ. പ്രസവിക്കപ്പെട്ട കുട്ടിയെ പോലെ സംശുദ്ധമായ ഹൃദയത്തോടുകൂടി തിരിച്ചു വരുവാൻ തൗഫീഖ് നസീബാക്കണമല്ലാ. ഞങ്ങൾക്കും ആ പുണ്യഭൂമിയിലെത്തുവാൻ വഴികൾ തുറന്നു നൽകണമല്ലാ. ഹബീബിന്റെ മദീനയിൽ ചെന്ന് റൗദയിൽ ചെന്ന് അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഹബീബിന്റെ റൗദയുടെ അടിയിൽ പോയി ചാരി നിന്നുകൊണ്ട് കണ്ണുകൾ താഴ്ത്തി കണ്ണുകൾ ഈറണിഞ്ഞുകൊണ്ട് ഹബീബിന് സ്വലാത്ത് പറയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണമല്ലാ. അവിടുത്തെ സ്നേഹിക്കുന്നവർ ഉൾപ്പെടുത്തണമല്ലാ. അല്ലാഹുവേ, അവിടുത്തേക്ക് സ്വലാത്ത് ചെല്ലുന്നവർ ഉൾപ്പെടുത്തണമല്ലാ. അല്ലാഹുവേ റഹ്മാനേ, ഞങ്ങളുടെ മുഴുവൻ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം നാഥാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഉളയത്ത് നീ വിജയമാക്കണമല്ലാ. അല്ലാഹുവേ, അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഖൈറും ബറക്കത്തും നൽകണമല്ലാ. സ്വശുദ്ധമായ അതിന്റെ പ്രതിഫലം മുഴുവൻ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം നാഥാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصلى الله عليه وسلم. السلام عليكم.